ഏതായാലും നമ്മൾ പണിഞ്ഞ പിള്ളേരാവില്ല. അവന്മാരൊക്കെ പത്തിയും മടക്കിയിരിപ്പ. വരാ, ഞാൻ 2 ചെക്കന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, മിസ്സിങ് ആയ. അവന്മാരെ ആരാണ്ട് ഇതേപോലെ കാറിൽ തൂക്കിക്കൊണ്ട് പോയെന്ന ഫ്രണ്ട്സൊക്കെ പോലീസിന് കൊടുത്ത മൊഴി. ഇതുപോലൊരു രാത്രിയിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞു. സെൻറ്റ് ഫിലോമിനാസിലെ പിള്ളേരാ, നിന്റെ മാധു പഠിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ ഈ ഓടിക്കുന്ന കോളേജ് പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. നിന്റെ ഈ ഒരു മാതിരി കാന്തം മാതിരിയാ. അടുത്തേക്ക് അവളെ നിന്നെ വലിച്ചുകൊണ്ടിരിക്കും. നിന്റെ ചുറ്റും കൊടുക്കുകളാ. വരാ, നീ സൂക്ഷിച്ചു. എവിടെ കേസ്? ചേലൂര്. ഹലോ, തിരക്കിലാണോ? ഇല്ലടോ, തമ്പറ. കാണാൻ പറ്റുമോ? കാണാം. താൻ ഇങ്ങോട്ട് വരുമോ? ലൊക്കേഷൻ ഞാൻ ടെക്സ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഹലോ അവളിപ്പം എന്താ ഇങ്ങോട്ട് വരാത്ത? ചിലപ്പോൾ നിൻ്റെയൊക്കെ സ്വഭാവം ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നീ ഇപ്പോൾ അവളെ കാണാൻ പോവാണോ? പണിയാടാ. നിങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? എനിക്കിപ്പോൾ എല്ലാം കൂടെ ഓർത്ത് നോക്കുമ്പോഴാണ് അവളെ പലപ്പോഴും അവളുടെ വീട്ടിലല്ല കാണാറ്. അവളുടെ അച്ഛനമ്മയും സെപ്പറേറ്റഡ് ആണ്, അമ്മ വേറെ കിട്ടി. അവൾ അച്ഛൻ്റെ കൂടെ താമസിക്കാമെന്ന് അറിയാം. പക്ഷെ അവൾ വീട്ടിൽ നിൽക്കൽ കുറവാന്ന്. നിനക്കറിയോ? നിനക്കെങ്ങനെ അറിയാം? അവ എന്താ ഇവിടെ? ഞാൻ ഓഫീസിൽ ചാവടി. ഓഫീസോ? ഏത് ഓഫീസ്? എന്തായാലും നിങ്ങളൊന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എടോ, ഞാൻ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിക്കാം. പോരുന്നോ? എവിടെ? നോർത്തിൽ എവിടെയെങ്കിലും ട്രെയിൻ കയറാം, പോവാം. ഈ നോർത്തിൽ പോകണമെന്ന് നിർബന്ധമാണ്. സൗത്തിൽ പോയിക്കൂടെ? അല്ല, ഞാൻ തമിഴ്നാടിന് പുറത്ത് പോയിട്ടില്ല. സൗത്തിൽ പോകാൻ നിൻ്റെ കാശുണ്ടോ? നോർത്തിൽ പോകാൻ വെച്ച കാശില്ലേ?
രാവിലെ എൻ്റെ FB അക്കൗണ്ടിൽ കയറിയിട്ട് അൺറീഡ് മെസ്സേജസ് ഒക്കെ വായിച്ചില്ലേ? ഇല്ല. ഇല്ലേ? ഞാൻ ഓരോ പ്രാവശ്യം പാസ്വേഡ് മാറ്റുമ്പോൾ ലോഗിൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഞാനോ? പിന്നെ ഞാനോ? നിങ്ങളവിടെ കയറുമ്പോഴൊക്കെ എനിക്ക് OTP മെസ്സേജ് വരും. അതൊന്നും അറിയില്ല അല്ലേ? നാണക്കേട്. ഇത് പറഞ്ഞുകൊണ്ട് പറയാ, ഇതൊക്കെ ഭയങ്കര അലമ്പാണ് കേട്ടോ. അല്ലമ്പോ വാ, വീട്ടിലേക്ക് പോ. എനിക്ക് പേടിയാവുന്നുണ്ട് നിങ്ങൾ. മിണ്ടല്ലേ മിണ്ടല്ലേ, എന്നെ ഒന്ന് മറന്നിരുന്നേ, എന്റെ കടുകിലെ മറന്നിരിക്കേ. നോക്കല്ലേ. എന്താ? എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കപ്പെടും. കണ്ടുപിടിക്കാൻ മാത്രം എന്താ ഉള്ളത്? കണ്ടു, മര തീർന്നു. നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇല്ല, ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷേ തൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. ഇനി എന്ത് സംഭവിച്ചാലും തൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. പക്ഷെ നീ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ നീ അറിയൂ. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ അതറിയും. നീ ഞാൻ പറയുന്നു. ഹലോ, എന്തായി? ഞാൻ വീണ്ടും നിന്റെ വീട്ടിലേക്ക് പോവാം. ബാഗൊക്കെ എടുത്ത് ഒരു 3 മണിയാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും. നീ വീട്ടിൽ വന്ന് എന്നെ പിക്ക് ചെയ്യണം. നമ്മളന്ന് പറഞ്ഞ പോലെ പോവാം. ഹലോ, വാ വാ. ഒന്നുമില്ല. കേറ്. ഇനി എങ്ങോട്ടാ നമ്മള്? പറയാം.
അവളെ തെരഞ്ഞാണോ? അവള് പോയി. ഇങ്ങോട്ട് പോയി. എനിക്കറിയില്ല. കുറച്ച് മുന്നേ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത ഒരു വണ്ടി വന്നു, അതിൽ കയറി പോയി. അവള് പോയ സെക്കൻഡിൽ വീണത് അവളുടെ അച്ഛൻ. അവളൊക്കെ ഒരു പെണ്ണാണ്. എനിക്കറിയാം അവളോട്ട് പോയി. അറിയില്ല. ഇവർക്കൊക്കെ തോന്നണ പോലെയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എന്തെങ്കിലും പറ്റിയിട്ടാണോ? ആരാ? എന്താടാ? ഇതെങ്ങോട്ടാ? ആ, പണി പാളിയിരിക്കുക. 2 ദിവസമായിട്ട് പോലീസ് വിളിയോടെ വിളിക്കുക. ആ വക്കീൽ പറഞ്ഞൊന്ന് സംസ്ഥാനം മാറിയേക്കാൻ. കുഴപ്പമില്ല, ഒന്ന് മസനഗുഡി പോയി കറങ്ങിയിട്ട് വരാം. എന്താണ്ടാ നിൻ്റെ മോന്തയിലോട്ട് വീണ്ടും കുറുക്കൻ കുഴിച്ചു വിട്ടാ? എടാ, ആ ഇവനെ കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. ഇവിടുത്തെ ഇപ്പോൾ സ്ഥിരം പ്രശ്നമാണല്ലോ. ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ നോക്കണേ. എടാ, ഞാൻ അവളുടെ വീട്ടിൽ കയറി നോക്കട്ടെ. പിന്നെ നീ കയറി നോക്ക്. പക്ഷെ അവളുടെ ചേട്ടാ ഇവാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നീ എടാ എടാ അവൾ വീട്ടിലുണ്ടാവും. ഞാൻ വീട്ടിൽ കയറി നോക്കട്ടെ. നീ എങ്ങനെ കയറുന്നു? ഞാൻ ചാടും. നീ ഒറ്റയ്ക്ക് പോണ്ട. നീ ഇല്ലല്ല. ഡാ എന്നേ നീ ധൈര്യമായിട്ടിരിക്കും. ഇപ്പം വരും കൂടെ. എത്ര ദിവസം എന്നോട് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ട്? 2 ആഴ്ച മുമ്പ് മേടിച്ചതാ. നിങ്ങളുടെ ഈ മൂരൽ സ്വഭാവം കാരണം തരാത്തത്. നീ മുകളിലേക്ക് ചെല്ലിയും വരാം. മുകളിലേക്ക് ചെല്ലിയും വരാം.
ഹലോ നീ എവിടെയാ? ഏട്ടാ പറ. എടാ നീ എവിടാന്ന് വെച്ചാലും അവിടുന്ന് വേഗം വിട്ടോ. നീ പറഞ്ഞ അറിവ് വെച്ച് അവളെ കുറിച്ച് ഞാൻ സ്കെച്ച് ഇട്ടായിരുന്നു. ഹലോ ഹലോ മര. എടാ നീ പറഞ്ഞ അവളുടെ ചേട്ടനില്ലേ, അവനവളുടെ ചേട്ടനുമല്ല, അവൻ്റെ പേര് ഇവാനൊന്നുമല്ല, അവൻ്റെ പേരാരോ. അവളുടെ അപ്പൻ അവൻ്റെ നിന്ന് കുറേ കാശ് വാങ്ങിച്ച് മുടിപ്പിച്ചിരിക്കുക, ബിസിനസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇവനെ അറിഞ്ഞുകൊണ്ട് അയാളുടെ തലയിൽ വെച്ചു കൊടുത്താന്നാ. നീ എന്ത് കോപ്പ പറയണേ? ഈടാ പുല്ല്, അവളോട് പ്രേമം മുത്ത അവനെ ഫാമിലി കൊല്ലക്കൊള്ളിക്കുക. അവൾക്ക് ഇതിനു മുന്നേ ഒന്നിട്ട് പ്രേമുണ്ടായിരുന്നു, അവന്മാരൊക്കെ ഇപ്പൊ മിസ്സിംഗ് ആണ്. അവൻ ഡേഞ്ചറാ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല.